യെസ്, എങ്ങനെ നമുക്കൊരു പ്രഭാഷണം തയ്യാറാക്കാം? എന്തായാലും പ്രഭാഷണം, പ്രസംഗം ഇതൊക്കെ നമുക്ക് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പോൾ പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം തയ്യാറാക്കുന്ന സമയത്ത് അത് നമ്മൾ പറയുന്നതാണ്, നമ്മളെ കേൾക്കാൻ വേണ്ടി ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സംബോധന നൽകിയിട്ടായിരിക്കണം എഴുതേണ്ടത്. മാന്യരെ അല്ലെങ്കിൽ എന്താണ് ബഹുമാനപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. മാന്യരെ, ബഹുമാനപ്പെട്ടവരെ അല്ലെങ്കിൽ ആദരണീയരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആമുഖമാണ്. ആമുഖത്തിൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണോ നമുക്ക് തന്നിട്ടുള്ള വിഷയം. ഇവിടെ നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകളാണ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച്, നവമാധ്യമങ്ങളെ കുറിച്ച് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നമ്മൾ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് പഠിക്കണം. അതിനുശേഷം അതൊന്ന് വിശദീകരിച്ച് എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് എങ്ങനെയൊക്കെയാണ് വിനിമയം ചെയ്യുന്നത്, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അല്ലെ എന്ന് നമ്മളെല്ലാവരും എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് പലരുടെയും എന്താ പറയുന്നത് ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ആ കാര്യങ്ങളൊക്കെ പറയുക. ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പ്രളയ കാലഘട്ടങ്ങളിലൊക്കെ എന്താണ് നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പറയണം എന്നാൽ എന്താണ് മോശം രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നല്ല സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ എന്താണ് നല്ല രീതിയിൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവസാനം നന്ദി നമസ്കാരം പറയുക. ഒരു 3 പാരഗ്രാഫ് നിങ്ങളുടെ പ്രഭാഷണത്തിനുണ്ടായിരിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ മിസ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക നവമാധ്യമങ്ങളെ കുറിച്ചിട്ട്. ശേഷം എന്ത് ചെയ്യുക, ഏതൊക്കെ മേഖലകളിലാണ് നവമാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് പറയുക. അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ആളുകൾ അത് പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, എന്നാൽ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് അതിനെ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം പറയാം. അപ്പോൾ ഏത് വിഷയം വന്നാലും നിങ്ങൾ ഈ രീതിക്ക് ഉപയോഗിക്കണം.